സാധാരണ ആളുകൾ പറയുന്നു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം പ്രവാചകൻ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഫീഹി ഉലിച്ചു വഫീഹി ഉൻസില അലൈഹി. ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, ആ ദിവസമാണ് എൻ്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടത് എന്ന് പ്രവാചകനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു തിങ്കളാഴ്ച ഞാൻ ജനിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുക. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കാൻ പ്രവാചകനെ പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ ജന്മദിനമാണ് അതിൻ്റെ കാരണം. അപ്പോൾ റസൂലിൻ്റെ ജന്മദിനം ആഘോഷിക്കാമെന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിച്ചില്ലേ എന്നാണ് ചോദ്യം. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കൂ, ഈ ഹദീസിനെ ഇതൊരു ജന്മദിനാഘോഷത്തിൻ്റെ നബിദിനാഘോഷത്തിന് തെളിവായിരുന്നുവെങ്കിൽ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിതാബ് മൗലിദ് നബി എന്ന ഒരു കിതാബിന് കീഴിലായിരുന്നു. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് വിശദീകരിക്കുന്ന ഹദീസ് എന്ന വിഷയത്തിലായിരുന്നു പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് കാണാൻ സാധ്യമാകും ഇമാം മുസ്ലിമും ഇമാം അബൂദാവൂദും ഈ ഹദീസ് കൊണ്ടുവന്നത് കിതാബു സിയാമിലാണ്. നോമ്പിനെ വിശദീകരിക്കുന്ന ഹദീസ് പറയുന്ന കിതാബിലാണ്. അതിൽ തന്നെ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്ന കാര്യം പഠിപ്പിക്കുന്ന വിഷയം പറയുന്നിടത്താണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അഥവാ നോമ്പെടുക്കുന്ന കാര്യം ഏതൊക്കെ ദിവസങ്ങളിൽ സുന്നത്തായ നോമ്പുകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതയും ആ നോമ്പും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത എല്ലാവരും ഈ ഹദീസിനെ നോമ്പുമായി ബന്ധപ്പെട്ട ബാബിൽ തന്നെയാണ് കൊണ്ടുവന്നത് കാണുവാൻ സാധ്യം. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരു ഹദീസായിക്കൊണ്ട് ഒരു പണ്ഡിതനും ഈ ഹദീസിനെ ഉദ്ധരിച്ചതായി നമുക്കൊരു ഹദീസിൻ്റെ കിതാബിലും കാണുവാൻ സാധ്യമാവുകയില്ല. എങ്കിൽ സഹോദരന്മാരെ നമ്മൾ ചോദിച്ചു നോക്കുക, ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഈ ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവാകുന്നത്? ഈ ഹദീസ് എങ്ങനെ ഇവരുടെ ആഘോഷം തെളിവായി ഉദ്ധരിക്കുവാൻ സാധ്യമാകും? ഇനി ഈ ഹദീസ് തെളിവായി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ റബീഉൽ അവ്വൽ 12-ന് നോമ്പെടുക്കണമെന്നല്ലേ ഈ ഹദീസ് കൊണ്ട് കിട്ടുകയുള്ളൂ? പ്രവാചകൻ ഞാൻ ജനിച്ച ദിവസങ്ങൾ നോമ്പെടുക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ഹദീസ് തെളിവായി കൊണ്ടുവന്നാൽ തന്നെ റബീഉൽ അവ്വൽ 12-ന് നോമ്പെടുക്കണം എന്നേ ഈ ഹദീസിൽ നിന്ന് കിട്ടൂ. നമ്മുടെ നാട്ടിൽ എന്താണ് കണ്ടുവരുന്നത്? റബീഉൽ അവ്വൽ 12 ഇനി ഒരു തിങ്കളാഴ്ചയായിരുന്നെങ്കിൽ പോലും അന്നേ ദിവസം നോമ്പെടുക്കാനാണോ നമ്മുടെ നാട്ടിലെ പൗരോഹിത്യം പറയാറുള്ളത്? അവർ പറയാറുള്ളത് അന്നേ ദിവസം എത്ര തിന്നു തീർക്കാമെന്ന ചർച്ചയാണ്. എത്ര പോത്തിനെ ഇറക്കണം, എത്ര നെയ്ച്ചോറ് വിതരണം ചെയ്യണം എന്ന ചർച്ചയാണ് നടക്കാറുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് തെളിവായി കൊണ്ടുവരുന്ന ആളുകൾക്ക് തന്നെ അറിയാം ഈ ഹദീസ് നബിദിനാഘോഷത്തിന് തെളിവല്ല എന്ന്.